നമസ്കാരം. മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ട സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ജനകീയ വിപ്ലവം ജയപ്രകാശ് നാരായണൻ നയിച്ച ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കിയ അടിയന്തരാവസ്ഥയിലേക്ക് പോലും രാജ്യത്തെ തള്ളിവിട്ട ആ ജനതാ വിപ്ലവമായിരുന്നു. സർവാധികാരിയായി ഇന്ദിരാഗാന്ധിക്ക് കൊടുക്കേണ്ടി വന്ന വില നിസ്സാരമായിരുന്നില്ല. അതിനുശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ജനകീയ വിപ്ലവമായിരുന്നു വാസ്തവത്തിൽ ഇന്നലെ താൽക്കാലികമായി പൂർത്തിയായ പാറ്റ വിപ്ലവം. പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങൾ കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും കുതന്ത്രങ്ങൾ കൊണ്ടും ഒന്നും ഇക്കാലത്ത് രാഷ്ട്രീയത്തിൽ നിലയുറപ്പിക്കാൻ കഴിയില്ല എന്ന് ഈ ജൻസി വിപ്ലവം തെളിയിക്കുന്നു. 30 വയസ്സിൽ താഴെയുള്ളവർ പാതിയോളമുള്ള ഈ രാജ്യത്തെ ജനസംഖ്യയെ വേണ്ടതുപോലെ പരിഗണിച്ചില്ലെങ്കിൽ എത്ര തന്ത്രങ്ങളുണ്ടെങ്കിലും ഏതുതരം അട്ടിമറി വശമുണ്ടെങ്കിലും അവർ പാഠം പഠിപ്പിക്കും എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇന്നലത്തെ ജൻസി വിപ്ലവം. വാസ്തവത്തിൽ മോദി തോൽക്കുകയായിരുന്നില്ല, തോറ്റു കൊടുക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശിയ ഈ ജൻസി വിപ്ലവത്തിന് മുമ്പിൽ മാന്യമായി മുട്ടുമടക്കിയില്ലെങ്കിൽ അയൽ രാജ്യങ്ങളിൽ സംഭവിച്ചതൊക്കെ ആവർത്തിച്ചേക്കും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തോറ്റുകൊടുക്കുകയായിരുന്നു മോദി. ഈ തോൽവിയുടെ ഗുണം മോദിക്കും രാജ്യത്തിനുമാണ്. ഈ വിഷയത്തിന് തുടക്കം മുതൽ ഞങ്ങൾ എടുത്തിരുന്ന ഒരു സ്റ്റാൻഡ്, ഇവർ ഉയർത്തുന്ന വിഷയങ്ങൾ ജനുവിനാണ്, അതിന് പരിഹാരമുണ്ടാവണം. ഈ വിപ്ലവം ഇങ്ങനെ മുമ്പോട്ട് പോയാൽ അത് രാജ്യത്തിന് ഹാനികരമാവും. ആ അവസരം കൊടുക്കാതെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ച് ഒത്തുതീർപ്പിലാവണം. കാരണം നിഷ്കളങ്കരായ യുവത്വം തെരുവിലിറങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില അദൃശ്യ ശക്തികളുണ്ട്. അവർ മുതലെടുക്കും, അത് രാജ്യത്തെ ശിഥിലീകരിക്കും. അതുകൊണ്ട് തന്നെ ഈഗോ കൈവിട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കണമെന്നതായിരുന്നു ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിലേക്കാണ് ഒടുവിൽ കേന്ദ്രം എത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിന് 3 നിലപാടുകളുണ്ടായിരുന്നു: എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഇടയ്ക്ക് നിൽക്കുന്നവരും. ഈ വിപ്ലവത്തെ അനുകൂലിച്ചവർ ഇത് മോദിക്കെതിരെയുള്ള, സംഘപരിവാറിനെതിരെയുള്ള വിപ്ലവമായി കൈകാര്യം ചെയ്തു. യുവജനത തെരുവിലിറങ്ങിയതോടെ മോദിയെയും BJP ഭരണത്തെയും അട്ടിമറിക്കാം എന്ന് സ്വപ്നം കണ്ടു. ആവേശത്തോടുകൂടി ജൻസി വിപ്ലവത്തിന് അവർ കൊടി പിടിച്ചു. ഇനി വരുന്ന 1/4 നൂറ്റാണ്ടെങ്കിലും അധികാരം ഉറപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ള RSSന്റെ നീക്കത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി എന്ന നിലയിൽ അവർ ഇത് കത്തിച്ചുവിട്ടു. ഇതിനെ എതിർക്കുന്നവർ, കൂടുതലും സംഘപരിവാർ പ്രൊഫൈലുകൾ, ഇത് രാജ്യവിരുദ്ധ കലാപമാണ്, ഇതിനെ അടിച്ചമർത്തണം, ഇത് ഇങ്ങനെ വെറുതെ വിട്ടുകൂടാ, ഇവർക്ക് മുമ്പിൽ കീഴടങ്ങരുത് എന്ന നിലപാടെടുത്തു. എന്നാൽ ഞങ്ങളെപ്പോലുള്ളവർ എടുത്ത നിലപാട്, ഉയർത്തുന്ന വിഷയങ്ങൾ ജനുവനായതുകൊണ്ട് തന്നെ ഇത് കൈവിട്ടു പോകും, രാജ്യവിരുദ്ധ ശക്തികൾ പിന്നിൽ പ്രവർത്തിക്കും, നിഷ്കളങ്കരായ കുട്ടികൾ ഇരകളാകും, ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലും സംഭവിച്ചത് ഇവിടെയും അരങ്ങേറും. അതുകൊണ്ട് ഈഗോ കൈവിട്ട് പ്രശ്നപരിഹാരത്തിന് തയ്യാറാവണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് തന്നെയായിരുന്നു. ഒടുവിൽ മോദിക്കും RSSനും BJPക്കും ഒക്കെ പിടികിട്ടി, ഇങ്ങനെ പോയാൽ അയൽപ്പക്കത്ത് സംഭവിച്ചത് ഇവിടെയും ആവർത്തിക്കും. അതുകൊണ്ട് ഈഗോ വെടിഞ്ഞ് ആവശ്യങ്ങൾക്ക് മുമ്പിൽ അവർ കീഴടങ്ങി. 49ാമത്തെ ദിവസമാണ് സമരം ഒത്തുതീർപ്പിലാകുന്നത്. അഭിജിത് ദീപ്കെ അമേരിക്കയിൽ നിന്നും ഇറങ്ങുമ്പോൾ ഇന്ത്യൻ യുവത്വം ഒരുമിച്ച് കൂടും, വലിയ വിപ്ലവത്തിന് തുടക്കമിടും എന്നായിരുന്നു സമരക്കാർ കണക്കാക്കിയത്. പക്ഷെ അവർ പ്രതീക്ഷിച്ച പ്രതികരണം അപ്പോഴുണ്ടായില്ല. അഭിജിത് ദീപ്കയ്ക്ക് തണുത്ത സ്വീകരണമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഭരണകൂടം അവരെ പൂർണ്ണമായും അവഗണിച്ചു. പ്രതിപക്ഷ പാർട്ടികൾക്കും അവരുടെ മേൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അഭിജിത് ദീപ്കെ നിരാഹാരം പ്രഖ്യാപിച്ച് ജന്തർ മന്ദിറിൽ കുത്തിയിരിക്കുന്നു. മാധ്യമങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ല, സർക്കാർ അവഗണിച്ചു. പതിയെ പതിയെ ഏതു ഭരണകൂടവും ചെയ്യുന്നത് പോലെ അവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചു. കുടിവെള്ളവും വൈദ്യുതിയും ശുചീകരണ സംവിധാനവും ഒക്കെ തടസ്സപ്പെടുത്തി. ഇതേ തുടർന്നാണ് സോനം വാങ്ചുക്കിയുടെ രംഗപ്രവേശം. സോനം വാങ്ചുക്കി നിരാഹാരം അനുഷ്ഠിച്ചിട്ടും കാര്യമായ പ്രതികരണം ഉണ്ടായില്ല. ഒടുവിൽ ഒരാഴ്ച മുമ്പ് ജൂലൈ 18-ന് സോനം വാങ്ചുക്കിയെ നിർബന്ധിതമായി അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലാക്കിയപ്പോഴാണ് ഇത് രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെടുന്നത്. അന്നു മുതലാണ് വാർത്തകൾ എല്ലായിടത്തും എത്താൻ തുടങ്ങിയത്. ആ ഒരു ഹൈപ്പ് നിലനിർത്താൻ വേണ്ടിയാണ് ഇവർ പാർലമെന്റ് മാർച്ച് നടത്തിയത്. പാർലമെന്റ് മാർച്ച് അസാധാരണമായ വിജയമായിരുന്നു. പതിവ് പോലെ ഭരണകൂടം അടിച്ചമർത്താൻ തീരുമാനിക്കുന്നു. കഴിഞ്ഞ 1 മാസത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരുന്നു ഇവരെ അടിച്ചമർത്താനും പോലീസ് ശക്തി ഉപയോഗിച്ച് രംഗത്തെത്തിയത്. അവിടെയാണ് കേന്ദ്ര സർക്കാരിന് രണ്ടാമത് പിഴച്ചത്. ആദ്യം പിഴച്ചത് സോനം വാങ്ചുക്കിയെ നിർബന്ധിച്ച് ആശുപത്രിയിലാക്കിയപ്പോഴാണ്. ഈ പാർലമെന്റ് മാർച്ചിൽ പോലീസ് അതിക്രമം ഉണ്ടായതോടെ രാജ്യവ്യാപകമായി വാർത്തകൾ ഉണ്ടാവുന്നു. ഇതോടുകൂടി യുവത്വം ഉണരുന്നു. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ജനപ്രവാഹം ഉണ്ടാവുന്നു. ഇവിടെ മുതൽ കേന്ദ്ര സർക്കാർ ജാഗ്രത പാലിക്കുന്നു. അതുവരെ അവഗണിച്ചിരുന്ന കേന്ദ്ര സർക്കാരിന് പിടികിട്ടി
ഇതൊരു ജൻസി വിപ്ലവമാണ്. ഈ വിപ്ലവത്തെ തല്ലി ഒതുക്കാൻ കഴിയില്ല എന്ന്. ആ വിവേകമാണ് വാസ്തവത്തിൽ ഈ പ്രശ്ന പരിഹാരത്തിന് കാരണമായത്. ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ ഭരണാധികാരികൾക്ക് ആ വിവേകമില്ലാതെ പോവുകയും അവർ വെടിവയ്പടക്കമുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഈ കലാപത്തിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയ പലരും ആഗ്രഹിച്ചത് ഒരു വെടിവയ്പും രക്തസാക്ഷികളുമായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഇത് പിടിച്ചാൽ കിട്ടാത്ത വലിയ വിപ്ലവമായി മാറുമെന്ന് തിരിച്ചറിയാൻ മോദിക്ക് കഴിഞ്ഞു. അതോടെ സംയമനത്തിന്റെ പാതയിലേക്ക് പോയി. സംഘി പ്രൊഫൈലുകളൊക്കെ ഇത് രാജ്യവിരുദ്ധ കലാപമാണ്, അടിച്ചമർത്തണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴും കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നിലപാടെടുത്തില്ല. അതുവരെ ചർച്ചയ്ക്കൊരുങ്ങാതിരുന്നവർ ചർച്ചയാവാം എന്ന നിലപാടെടുത്തു. എന്നിട്ടും ജനപിന്തുണ കൂടിയതോടെ മോദി തന്നെ രംഗപ്രവേശം ചെയ്യുന്നു. ജൻസിയെ നേരിട്ട് അഡ്രസ്സ് ചെയ്യാൻ മോദി ഇൻസ്റ്റയിലൂടെ ലൈവ് വരുന്നു. എന്ന് മാത്രമല്ല, കുറ്റവാളികളെ ശിക്ഷിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. അതിനുവേണ്ടി പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരുന്നു. NDAയിലെ ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നു. പരീക്ഷാ ക്രമക്കേട് സംഭവിച്ചാൽ വലിയ ശിക്ഷ കൊടുക്കുന്ന തരത്തിൽ നിയമം കൊണ്ടുവരുന്നു. ആത്മഹത്യ ചെയ്തവർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ സമരക്കാർ ആവശ്യപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങൾക്കും മോദി നേരിട്ട് സമ്മതിക്കുകയാണ്. പക്ഷെ എന്നിട്ടും സമരം നിർത്തിയില്ല എന്ന് മാത്രമല്ല, സമരത്തിന് തീവ്രത വർദ്ധിക്കുകയും മറ്റ് നഗരങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയും ചെയ്തതോടെ ബംഗ്ലാദേശും ശ്രീലങ്കയും ആവർത്തിക്കുമെന്ന് ഭയന്ന് ഈഗോ കൈവെടിഞ്ഞ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ നിർബന്ധിതനാകുന്നു. ഇതോടുകൂടി പരിപൂർണമായ സമരം വിജയിക്കുന്നു. മോദി സർക്കാരിന്റെ 12 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ജനകീയ പ്രക്ഷോഭത്തിന് പുറത്ത് ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുന്നു. മന്ത്രിമാരുടെ നിയമനവും പുറത്താക്കലുമൊക്കെ പ്രധാനമന്ത്രിയുടെ മാത്രം കാര്യമാണ് എന്ന നിലയിൽ മുമ്പോട്ട് പോയിരുന്ന മോദി ആദ്യമായി ജനകീയ വിപ്ലവത്തിനെ തുടർന്ന് ഒരു മന്ത്രിയെ പുറത്താക്കുന്നു. ഇത് നിസ്സാരമായ കാര്യമല്ല. കഴിഞ്ഞ 12 വർഷമായി രാജ്യം ഭരിക്കുന്ന മോദിയെയും മോദി സർക്കാരിനെയും ആദരിക്കുകയും രാജ്യത്തിന് ഗുണകരമാണ് ഇവരുടെ ഭരണമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. ഇനി ഒരു 8 വർഷം കൂടിയെങ്കിലും മോദി ഭരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത്രമാത്രം മാറ്റം ഈ 12 വർഷം കൊണ്ട് രാജ്യത്തിനുണ്ടായി. എന്നാൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കും BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യ വിശ്വാസമാണ്. അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു വരുന്നു. അവർ വളഞ്ഞ വഴിയിലൂടെയും അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന് ഏറ്റവും മികച്ച തെളിവാണ് മധ്യപ്രദേശിലെ 3 രാജ്യസഭാ സീറ്റുകളിൽ 1 പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ടിട്ടും വളഞ്ഞ വഴിയിലൂടെ അത് പിടിച്ചെടുത്തത്. മറ്റൊന്ന്, ബംഗാളിൽ തോറ്റു തുന്നം പാടിയിട്ടും മമതാ ബാനർജിയെ വെറുതെ വിടാതെ ആ പാർട്ടിയെ ചിഹ്ന ഭിന്നമാക്കി മുതലെടുത്തത്. ഇതൊക്കെ നല്ല ജനാധിപത്യത്തിന് പറ്റിയ ശീലങ്ങളല്ല. പ്രതിപക്ഷത്തെ ഭിന്നിപ്പിച്ചാൽ മാത്രം മതി, അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ അവസരം കൊടുക്കാതിരുന്നാൽ മാത്രം മതി, ചിരകാലം ഭരിക്കാമെന്ന BJPയുടെ അഹന്ത നിറഞ്ഞ നിലപാട് തിരുത്താൻ ഈ ജനകീയ വിപ്ലവത്തിന് കഴിഞ്ഞു. ജൻസി രംഗത്തിറങ്ങിയാൽ, അവർ ഒരുമിച്ചിറങ്ങിയാൽ തന്ത്രങ്ങളൊന്നും വിലപ്പോവില്ലെന്ന് തിരിച്ചറിഞ്ഞുള്ള തിരുത്താണ് ഇന്നലെ സംഭവിച്ചത്. ഇതിന്റെ പിന്നിൽ ചില നിഗൂഢ ശക്തികൾ ഉണ്ട് എന്ന് ആശങ്കപ്പെടുമ്പോഴും ഈ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ന്യായമാണ്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അടക്കമുള്ളവ ന്യായമാണ് എന്ന് വിശ്വസിക്കുകയും ഉറക്കെ പറയുകയും ചെയ്ത മാധ്യമപ്രവർത്തകനാണ് ഞാൻ. എന്നെ ആശങ്കപ്പെടുത്തിയത് മോദിയും BJPയും പിടിവാശിയോടെ മുമ്പോട്ട് പോയാൽ സംഭവിക്കാൻ ഇടയുള്ള ദുരന്തമായിരുന്നു. ബംഗ്ലാദേശും ശ്രീലങ്കയും നേപ്പാളും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യം ശക്തമായ വളർച്ചയുടെ പാതയിലാണ്. ആ വളർച്ചയെ ശിഥിലീകരിക്കാൻ ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകും. നിക്ഷേപകർക്ക് ഈ രാജ്യത്തോട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ രാജ്യത്തിൻ്റെ വളർച്ച കടങ്കഥയാവും. ട്രംപിൻ്റെ ഭ്രാന്തുണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി, ഇറാൻ യുദ്ധമുണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി, ഇതൊക്കെ മറികടന്ന് വേണം രാജ്യത്തിന് വികസന പാതയിലൂടെ സഞ്ചരിക്കാൻ. ആ രാജ്യത്തിന് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല ഈ ജൻസി വിപ്ലവം. ആ വിപ്ലവം ശുഭകരമായി പര്യവസാനിക്കുമ്പോൾ ജനാധിപത്യം വിജയിക്കുകയാണ്, രാജ്യം വിജയിക്കുകയാണ്. ആരെയും കൂസേണ്ടതില്ല, തങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം എന്ന മോദിയുടെയും BJPയുടെയും അഹന്ത നിറഞ്ഞ സമീപനത്തിന് ഇനി പൊളിച്ചെഴുത്തുണ്ടാവും. എത്ര ആസൂത്രിതമായി പ്രതിപക്ഷ പാർട്ടികളെ ശിഥിലീകരിച്ചാലും ജനകീയ വിപ്ലവം ഉണ്ടായാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ഇവരുടെ മുമ്പോട്ടുള്ള പ്രവൃത്തിയെ ശുദ്ധീകരിക്കും, അത് കൂടുതൽ ജനാധിപത്യപരമാക്കും എന്ന് തീർച്ചയാണ്. നോക്കൂ, ഈ വിപ്ലവം ഇല്ലായിരുന്നെങ്കിൽ ഈ NDAയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമായിരുന്നില്ല. പരീക്ഷ ക്രമക്കേട് കാണിക്കുന്നവരെ വലിയ ശിക്ഷ കൊടുക്കുന്ന തരത്തിൽ നിയമം പരിഷ്കരിക്കുമായിരുന്നില്ല. പരീക്ഷ നടത്തിപ്പിൽ ജനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് പരിഷ്കാരം വരുത്താമെന്ന് സമ്മതിക്കുമായിരുന്നില്ല. വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണിത്. കണക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പറയാം, മോദി ഭരണത്തിന് കീഴിൽ മാത്രമല്ല ഇത് സംഭവിച്ചത്. ഇതിനു മുമ്പ് UPA സർക്കാർ ഭരിച്ചപ്പോൾ പലതവണ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പരീക്ഷകൾ ക്രമക്കേടുണ്ടായിരുന്നു. പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഭരിച്ച സംസ്ഥാനങ്ങളിൽ നിരവധി തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. PSC അട്ടിമറിച്ചതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. ഇത് രാജ്യത്ത് പതിവാണെങ്കിലും നീറ്റ് പരീക്ഷ തന്നെ റദ്ദ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് നിസ്സാരമല്ല. ആ നീറ്റ് പരീക്ഷ
ഇത്തരത്തിലാക്കി തീർത്തവരെ ജയിലിലടച്ചു. ഇനി ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുത്തു. അതിനുവേണ്ടി നിയമം കൊണ്ടുവന്നു. എങ്കിൽ പോലും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം മന്ത്രിക്കുണ്ട്. ആ ധാർമ്മിക ഉത്തരവാദിത്തം പറയാതെ തന്നെ മന്ത്രി ഏറ്റെടുക്കേണ്ടതായിരുന്നു, മോദി ഏറ്റെടുക്കേണ്ടതായിരുന്നു. അവർ ചെയ്തില്ല. അവരെ കൊണ്ട് തിരുത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഇതോടുകൂടി ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ജനങ്ങൾക്ക് എത്ര ശക്തനായ ഭരണാധികാരിയെ, എത്ര ഇച്ഛാശക്തിയുള്ള ഭരണാധികാരിയും തിരുത്താൻ കഴിയും? ഇവിടെ BJPയും മോദിയും കേന്ദ്ര സർക്കാരും ഒക്കെ എടുത്ത ഏറ്റവും വിവേകപൂർണമായ ഒരു നിലപാടുണ്ട്. ഈഗോയെ മാറ്റിവെച്ചുകൊണ്ട് അപകടം തിരിച്ചറിഞ്ഞ് അതിനെ സംയമനത്തോടെ കൈകാര്യം ചെയ്തു എന്നത്. വാസ്തവത്തിൽ നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് പാളിപ്പോയത് അവിടെയാണ്. ഒരു വെടിവയ്പുണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടെങ്കിൽ അവിടെയൊക്കെ സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിക്കുമായിരുന്നു. സംയമനത്തോടെ അത് കൈകാര്യം ചെയ്ത് രാജ്യത്തെ രക്ഷിച്ചതിനെ മോദിക്കും നന്ദി പറയേണ്ടതുണ്ട്. അതേസമയം മോദിക്കും BJPക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ജനാധിപത്യ ബോധം തിരിച്ചു കൊണ്ടുവരാൻ ഈ ജൻസി വിപ്ലവത്തിന് കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ ഈ വിപ്ലവകാരികൾക്കും അഭിവാദ്യം അർപ്പിക്കണം. ഇതിങ്ങനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇത് മുതലെടുക്കാൻ തയ്യാറായിരുന്ന രാജ്യവിരുദ്ധ ശക്തികൾ ഒട്ടും സന്തോഷത്തിലല്ല എന്നറിയാം. അവർ ആഗ്രഹിച്ചത് മോദിയുടെ വസതിക്ക് മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിനും സുപ്രീം കോടതിക്കുമൊക്കെ തീയിടുന്ന ഒരു സമരമായിരുന്നു. അതിലേക്ക് വഴിതിരിച്ചു വിടാതെ ഇത് വിജയകരമായി അവസാനിപ്പിച്ച പാറ്റകൾക്ക് അഭിവാദ്യങ്ങൾ. രാജ്യത്തിന് വേണ്ടി തോൽവി സമ്മതിച്ച് താഴേക്കിറങ്ങി വന്ന മോദിക്കും കേന്ദ്ര സർക്കാരിനും അഭിനന്ദനങ്ങൾ.